ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്ത്. മിച്ചം വന്ന സ്വർണം പോറ്റി ഏർപ്പെടുത്തിയ കൽപേഷിന് കൈമാറി. 2019 ഒക്ടോബർ 10 കൽപേഷിന്റെ പക്കലെത്തിയത് 474.9 ഗ്രാം സ്വർണം. ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയിൽ സ്വർണം പൊതിഞ്ഞതിലും ക്രമക്കേടുകളെന്ന് ഹൈക്കോടതി. കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു. എന്നാൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികളെന്നാണ്. ഇത് ഗുരുതരമെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയ മഹസറിൽ ഒപ്പിട്ടവരിൽ തന്ത്രിയും കണ്ഠര രാജീവരും മേൽശാന്തിയും. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, തീവെട്ടിക്കൊള്ളയുടെ വിവരങ്ങളാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ശബരിമലയിൽ അപ്പാടെ സ്വർണം കവർന്നു എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഹൈക്കോടതി മനസ്സിലാക്കിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. മിച്ചം വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏർപ്പെടുത്തിയ കൽപേഷിന് സ്മാർട്ട് ക്രിയേഷൻസ് കൈമാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. 2 പേരുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉയർന്നു കേൾക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരെ കൂടാതെ തന്നെയാണ് കൽപേഷ്, ഗോവർദ്ധൻ എന്നീ 2 പേരുകൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. കൽപേഷ് എന്ന് പറയുന്നത് ഈ 474 ഗ്രാം, അതായത് ദ്വാരപാലക സ്വർണ്ണപ്പാളികളും അതിന്റെ മറ്റുള്ള ചില വശങ്ങളിലെ പാളികളും. ഈ പാളികൾ നേരത്തെ സ്വർണം പൂശാനായിട്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിരുന്നു. അത് മൊത്തത്തിൽ ഏകദേശം 987 ഗ്രാം ആയിരുന്നു തൂക്കമുണ്ടായിരുന്നത്. അതിൽ 394 ഗ്രാം സ്വർണം ഉപയോഗിച്ച് അവ വീണ്ടും പൂശുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ മിച്ചം വന്ന സ്വർണം എന്ന് പറയുന്നത് ഏകദേശം 474.9 ഗ്രാം ആണ്. ഈ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ചുമതലപ്പെടുത്തിയ കൽപേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് 2019 ഒക്ടോബർ മാസം 10 കൈമാറുന്നുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശാനുസരണം സ്മാർട്ട് ക്രിയേഷൻസ് തന്നെയാണ് കൈമാറുന്നത്. ബാക്കി ഉള്ള സ്വർണത്തിൽ 100 ഗ്രാമോളം സ്വർണം, 109 ഗ്രാമോളം സ്വർണം പണിക്കൂലിയായിട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് കൽപേഷിന്റെ കൈവശമുള്ള സ്വർണം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് വരുന്നുണ്ട്. ഈ കൈവശപ്പെടുത്തിയ സ്വർണത്തിന്റെ വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതിന്റെ തൂക്കമോ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും ദേവസ്വം ബോർഡിന് അറിവില്ല. ദേവസ്വം ബോർഡിലേക്ക് ഈ സ്വർണം എത്തിയിട്ടുമില്ല. ഇത് ഇപ്പോഴും കൈവശം ഇരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ തന്നെയാണ്. അത് മാത്രവുമല്ല, ഈ കട്ടിളപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിലും സ്വർണം പൂശിയതിലും വ്യാപകമായിട്ടുള്ള ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞത് ചെമ്പ് പാളികൾ എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കട്ടിളയിലെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സമയത്ത് ആ രേഖകൾ, മഹസർ രേഖകളിൽ അടക്കം രേഖപ്പെടുത്തിയിരുന്നത് ചെമ്പ് പാളികൾ എന്ന് തന്നെയാണ്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്തിലടക്കം രേഖപ്പെടുത്തിയതും ചെമ്പ് പാളികൾ എന്ന് തന്നെയാണ്. ഇതൊരു ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും വീഴ്ചയും ഉണ്ടായിട്ടുണ്ട്. മഹസറിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെമ്പുപാളികളാണ്. സാധാരണ രീതിയിൽ മഹസർ തയ്യാറാക്കുന്ന സമയത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ബന്ധപ്പെട്ട തിരുവാഭരണം കമ്മീഷണർ, ബാക്കിയുള്ള ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ തന്ത്രി, മേൽശാന്തി, ഇവരുടെയൊക്കെ തന്നെ അനുമതി അല്ലെങ്കിൽ ഒപ്പിട്ടതിന് ശേഷമാണ് അത് സാക്ഷ്യപത്രമായിട്ട് അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രൊസീജിയറും തീർക്കപ്പെടുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്നത്. ഇത്തരത്തിൽ കണ്ഠര രാജീവരടക്കം, തന്ത്രി കണ്ഠര രാജീവര്, മേൽശാന്തി, അന്നത്തെ മേൽശാന്തി VN വാസുദേവൻ നമ്പൂതിരി അടക്കം ഈ മഹസറിൽ ഒപ്പിട്ടിട്ടുണ്ട്. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരാണ് ഈ മഹസറിൽ ഒപ്പിട്ടത്. അന്ന് മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു. അത് മാത്രമല്ല, മറ്റു ചില ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ വാതിൽപ്പാളി, അതായത് കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനായിട്ടുള്ള ഒരു ഇടപെടൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്
സ്വർണം പൂശാനായിട്ട് വീണ്ടും സ്വർണം പൂശാനായിട്ട് നൽകണമെന്നുള്ള രീതിയിൽ ദേവസ്വം കമ്മീഷണർക്ക് ഒരു കത്തയക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് മാർച്ച് മാസം 2019 മാർച്ച് മാസം 20-ാം തീയതി ഉത്തരവിറക്കുന്നു ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നുള്ള രീതിയിൽ. ഇതിന്റെ പിൻവശത്ത് നിന്നും ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഒക്ടോബർ മാസം, അതായത് 2019 മാർച്ച് 20-നുള്ള ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ പറയുന്നത്. അതായത് ഈ സ്വർണ്ണപ്പാളി, ഈ കട്ടളപ്പാളി മുഴുവനായിട്ടും സ്വർണം വീണ്ടും പൂശാനായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണമെന്നുള്ളത്. അതുകൂടാതെ തന്നെ ഈ സ്വർണത്തിന് പകരം ചെമ്പെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അനധികൃതമായിട്ട് ഈ സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള രേഷ്മ, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതിയുടെ ഉത്തരവിലുള്ളത്. ഈ സ്വർണവും ചെമ്പും വേർതിരിച്ചു. ഇങ്ങനെ വേർതിരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നിർബന്ധിച്ചു എന്നാണ് ഈ ഉത്തരവിലടക്കം പറയുന്നത്. മാത്രവുമല്ല, ഈ പകുതി സ്വർണം മാത്രമാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ പൂശിയത് എന്നും കൂടി കണക്കുകൾ നിരത്തിക്കൊണ്ട് ഹൈക്കോടതി പറയുകയാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവരും ചേർന്ന് പകുതിയിലേറെ സ്വർണം അടിച്ചെടുക്കുകയും ബാക്കിയുള്ളത് ദ്വാരപാലക പാളികളിൽ പൂശുകയും ചെയ്തു എന്നാണ്. എത്ര വലിയ കൊള്ളയാണ് ഹൈക്കോടതി യഥാർത്ഥത്തിൽ തുറന്നു കാട്ടിയിരിക്കുന്നത് രേഷ്മ? ദിലിമ, മൊത്തത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ 2019 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക പാളികൾ എത്തിക്കുന്ന സമയത്ത് ആകെയുള്ള തൂക്കം എന്ന് പറയുന്നത് 987 ഗ്രാം മാത്രമാണ്. ആ 987 ഗ്രാമിൽ നിന്നും 394 ഗ്രാം മാത്രമാണ് സ്വർണം പൂശാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 474 ഗ്രാം സ്വർണം മിച്ചം വന്നു. ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പ്രകാരം കൽപേഷിന് കൈമാറുകയാണ് ചെയ്തത്. ഇതിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വകയായിട്ട് ഈ ദ്വാരപാലക പാളികളിൽ പൂശാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത്, അതിന്റെ കണക്കെന്ന് പറയുന്നത് വെറും 3 ഗ്രാം മാത്രമാണ്. ബാക്കിയൊക്കെ തന്നെ 98, 99 കാലഘട്ടത്തിൽ വിജയമല്യ പൊതിഞ്ഞു നൽകിയ സ്വർണം അത് ഉരുക്കിയതിനു ശേഷം വേർതിരിച്ചെടുത്തതിൽ നിന്നുമുള്ള 394 ഗ്രാം മാത്രം ഉപയോഗിക്കുകയും പിന്നീട് ബാക്കി വന്ന 474 ഗ്രാം മിച്ചമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള ആൾക്ക് കൈമാറുകയും ചെയ്തു. അതുകൂടാതെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും ഒക്കെ ചെന്നൈയിലെ പണിക്കായിട്ട് കൊണ്ടെത്തിച്ച സ്ഥാപനമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂലി ഇനത്തിൽ ഈടാക്കിയത് 109 ഗ്രാം സ്വർണമാണ്. ഏറ്റവും മിച്ചം വന്ന സ്വർണം ഈ ദേവസ്വം ബോർഡിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയില്ല, പകരം കൈവശം വെക്കുകയും ചെയ്തു. 3 ഗ്രാമാണ്. ശരി രേഷ്മ, വലിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത്.